ഓ കേറ് എന്നാ കയ്യെ പിടിച്ചോ. എന്റെ വീട്ടല്ലേ പിടിച്ചോ. വീട്ടിലാർക്കും സംശയമൊന്നുമില്ലല്ലോ? ആർക്കുമില്ല, ഒരു പ്രശ്നമില്ല. നീ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഫോൺ ചെയ്തോ. കിളവനെന്റെ കൈ മേടിക്കുന്നു തോന്നുന്നത്. നീ ആ നടി എവിടെ വെച്ച് കണ്ടെന്നാ പറഞ്ഞ? വുഡ്ലാൻഡ് ഹോട്ടലിന് മുമ്പിൽ വെച്ച്. അന്ന് അഭിനയിക്കാൻ വന്ന ആ നടി തന്നെയാണോ? അതേന്ന്, അവളുടെ ആ ഡയറക്ടർ ഉണ്ടായിരുന്നു. പിന്നെന്താ നീ പിടിക്കാഞ്ഞത്? ഞാൻ DSP വിളിക്കുന്ന SD ബൂത്തിൽ കയറുമ്പോ ഒരു ഹോട്ടലിൽ ഇരിക്കാണ്. ഞാൻ ഇങ്ങോട്ട് വരുന്നവരും ഇറങ്ങിയിട്ടില്ല. നേരം വിളിക്കുന്നതിനും വരെ പിടിക്കണം. സാർ ഉറങ്ങിയിട്ടുണ്ടാവും. ഉറങ്ങിയാൽ നമുക്ക് വിളിക്കണം. അതെ, ഒരു ഓട്ടോന് അതിൽ പോവാ. കൈ കാണിച്ചു. ഇതിനവിടെ കൊണ്ടുപോകണ മോനെ. അറക്കാൻ കൊണ്ടുപോകണ്ട, വേണ വന്നണ്ട. അമ്മയും പേരാൻ തിരിച്ചറിയാൻ പാടില്ല പാന്നികള്. അല്ല, ഞാൻ മഫ്റ്റിലായി പോയി. ഇല്ല ഉഗ്രം ചരക്കാണല്ലോ, ഒന്ന് നോക്കാം. ഞാനോട് പോലെ ഒരുത്തം കൂടെ ഉണ്ടല്ലോ. അവൻ ഊതിയാ പറക്കോന്നേ. കേരള വണ്ടിയല്ലേ. എന്താ കാര്യം? വിടാൻ പറഞ്ഞില്ല. എന്താ പ്രശ്നം? നീ ആരാ മുമ്പിൽ? എന്റെ പ്രോപ്പർട്ടി കയറി പിടിച്ചിട്ട് ഞാൻ ആരാണെന്ന്? എടാ, എനിക്ക് കമ്മീഷൻ ഉള്ളതാണ്. ഓഹോ, അപ്പൊ മറ്റേതാണല്ലേ? എന്താ സംശയം ഉണ്ടാ? താൻ ആരാ? ഞാൻ ജമീലയുടെ മാമ KA അബ്ദുള്ള. മാമാന്ന് പറഞ്ഞ അങ്കിളോ? രണ്ട് മാമേ ഞാൻ തന്നെയാണ്. എന്നാ നമുക്ക് പോവാം. നിക്ക് എടുത്ത് ചാടല്ലേ. അതെ, കച്ചവടം പറഞ്ഞു ഉറപ്പിച്ചിട്ട് പോവാ. ആയിക്കോട്ടെ. ഇത് ഫ്രഷ് ആൻഡ് ന്യൂ ആണ്. അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കലൊക്കെ സംസാരിക്കാം. സ്ഥലം ഉണ്ടാ? സ്ഥലമോ? നമ്മുടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ഗസ്റ്റ് ഹൗസ് ഉണ്ടായിട്ടാണ് ആക്രാന്തം കാണിച്ച. കൊല്ലി ഞാൻ കള്ളാൻ. ഇതിന്റെ അകത്തിരിപ്പുണ്ടോ ഒരു ആക്രാന്തം? ജമീല, പോവാ. മാമ, എനിക്ക് പേടിക്കണ്ട, ഇത് മാമാന്റെ ഫ്രണ്ട്സ് ആണ്. എന്തിനാ മാമ എന്നെ കൊണ്ടുപോകുന്നു? ഒപ്പന കളിപ്പിക്കാൻ. കേറിയിട്ട് കൊല്ലിഞ്ഞ. പേടിക്കണ്ട, രണ്ടുപേരേ ഉള്ളോ? മാമ. ജമീല മോളി ചെല്ലി. മാമയല്ലേ പറഞ്ഞു ചെല്ലി. എട്ടുപൊട്ടും തിരിയാത്ത കുഞ്ഞാണ്. സൂക്ഷിച്ചൊക്കെ വേണേ. എന്തൊരു ശുഷ്കാന്തി. ചപ്പാതിരിങ്ങള് വെള്ളം ഉറിയിക്കണ്ട്. ബാ, ഇനി ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറ. ഇത് മാറിക്കും. നിന്നെ കണ്ടിട്ട് ഒരു സിനിമാ നടിയുടെ ലുക്ക് ഉണ്ടല്ലോ. എന്താ, നിനക്ക് സിനിമയിൽ അഭിനയിക്കണം? വേണ്ട, സിനിമയിൽ അഭിനയിച്ച ചീത്തയാവുന്ന ഉമ്മുമ്മ പറഞ്ഞേക്കണേ. മാമേ. മാമേ അല്ല, പെണ്ണിന്റെ മാമാന്ന്. മാമ പറഞ്ഞ കാശ് ഇച്ചിരി കൂടുതലല്ലേ? പറഞ്ഞ റേറ്റിന്ന് 10 പൈസ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. പാരമ്പര്യമായിട്ട് അന്തസ്സോടെ ഈ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരാണ്. 10 പൈസ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഒന്നുമില്ല, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. പിന്നെ പുലർച്ചെ 5 മണിക്ക് കാർത്തിയായനി വരും. കാർത്തിയായനിയോ? കിട്ടുവോ? എന്ത് കിട്ടുമെന്ന്? കാർത്തിയായനിയെ ഇവിടെ കാർത്തിയായനി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനുള്ള ബസ്സാണ്. ഓഹോ, എന്തായി? ഉറപ്പിച്ചു. നീ കേറിക്കോ. ജമീല, ബിസിലടിച്ചിട്ട് തുടങ്ങിയാൽ മതി കേട്ടാ. ശരി മാമ. ഇങ്ങോട്ട് കൊണ്ടാ. ഇതുവരെ ഡ്രസ് മാറിയില്ലേ? Just you listen. I'll have all your jobs. ഒന്ന് വരൂന്നേ. പുള്ളിക്കാരൻ ബാത്റൂമിലേക്ക് പോയി. എന്ത്? എന്തായി കാണിച്ചത്? കളമാക്കിയില്ലേ? ഒരുത്തനെ പിടിച്ച് അകത്തിട്ട് പൂട്ടി. തലയിൽ വല്ലതും ഉണ്ടാ? അനാവശ്യം പറയരുത്, സസ്പെൻഷനായിരിക്കും. പക്ഷെ CI ആണ്. ഇതൊക്കെ എന്റെ ഈ തലേന്ന് വരൂ. തലയിൽ നിന്ന് വിക്ക് എവിടെ ചോദിച്ചേ? വിക്ക് എവിടെ പോയി? പോയി.
മറ്റവൻ എങ്ങോട്ടാ ഓടിയത്? ഇരുട്ടായതുകൊണ്ട് കാണാൻ പറ്റില്ല സാർ. കൺഗ്രാചുലേഷൻസ് മിസ്റ്റർ മഹാദേവൻ. താങ്ക്സ് സാർ. നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിങ്ങളൊരു മരമണ്ണനാണെന്നല്ലേ ഡിപ്പാർട്ട്മെന്റ് പറയുന്നു. അതൊക്കെ ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കുന്ന കിംവദന്തികളല്ലേ സാറേ. ഇനിയെങ്കിലും ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചെടുക്കണം സാർ. തീർച്ചയായും. ധൃതി പിടിക്കണ്ട, സമയമായിട്ടില്ല. ദാസപ്പ, പട്ടിലേക്ക് ഇട്ട് കൊല്ലു. സാർ, ആ കടലാസ് പുള്ളി വിവരം അറിയിച്ചില്ലേ? ആ എളുപ്പെത്തും. ഇവിടെ ക്രിമിനൽസിനെ പിടിക്കാനായിട്ട് പോലീസുകാരുണ്ട്, അല്ലാണ്ട് നാട്ടുകാരല്ല. ആരാ പറഞ്ഞു ക്രിമിനലാണ്? എന്തൊരു തെളിവുള്ളത്? ഇവനെ അടിച്ച ഷേപ്പ് മാറ്റി ഞാൻ നിന്ന് വാചം എടുക്കാൻ എടുത്തിട്ട് പോണോ? കൊണ്ടുപോടാ, കൊണ്ടുപോടോ. ഞാൻ വരട്ടെ സാർ, റിപ്പോർട്ട് ചെയ്യരുത്. ഒരു ധൈര്യത്തിന് ഞാനും പറഞ്ഞോ? അറിയിക്കാം. അറിയിക്കണേ. അപ്പൊ ഞാൻ ഏതായാലും വീട്ടിലോട്ട് ചെല്ലട്ടെ. ശരി സാർ. മിനിസ്റ്റർ എന്നെ വിളിക്കും. ശ്ശോ, ഈ ഒടുക്കത്തെ മുണ്ടും പാവാടയും ആ കിളവൻ എണീറ്റുണ്ടാവോ? വെളുക്കുമ്പോ കുളിക്കാൻ പോകുന്ന വഴിയിൽ വേലിക്കൽ നിന്നവനെ കൊച്ചു കിളിച്ചുണ്ടമ്മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനെ, എന്നോട് കിന്നാരം പറഞ്ഞവനെ. എന്താ ജമീലെ, ചായ ആയില്ലേ? ഇപ്പൊ തരാം. കൃത്യം 6 മണിക്ക് എനിക്ക് ചായ വേണം. 7 മണിക്ക് കുളിക്കാൻ ചൂടുവെള്ളം കിട്ടിയിരിക്കണം. 8:30 ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കും. ഞാൻ സ്ട്രിക്റ്റാ പറഞ്ഞേക്കാം. 6 മണിയായില്ലേ? ചായ കൊണ്ടുവാ. വേണം മേലാട വേണം ഒഞ്ചാറ് പനങ്കിളിക്കേ എന്താ ജമീലെ, വള എങ്ങനെ പൊട്ടി? വള നേരത്തെ പൊട്ടിയതാ, ഞാൻ പോട്ടെ. ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ട് എടുക്കൊന്നും വേണ്ട. ലക്ഷ്മി എഴുന്നേറ്റോ? ചേച്ചി കുളിക്കാൻ പോയി. നാരായണനോ? നാരായണൻ പശുവിനെ കുളിപ്പിക്ക. ജമീലെ, കാശിന് ആവശ്യം വല്ലതുണ്ടെങ്കിലേ എന്നോട് ചോദിക്കാൻ മടിക്കരുത്. ഞാൻ പോട്ടെ. പിന്നെ ജമീലെ, എന്റെ മുറിയിലെ തലയണക്കടിയിലെ സിഗരറ്റ് ഇരിപ്പുണ്ട്, ഇങ്ങെടുത്തോണ്ട് വാ. സിഗരറ്റ് അധികം വലിക്കുന്നത് ശരീരത്തിന് കേടാ. ഹലോ, ഹലോ. എടാ, നിന്റെ പരിപ്പൊന്നും ഇവിടെ വേഗത്തില്ലടാ പുന്നാര മോനെ. വെച്ചിട്ട് പോടാ. ആരാ വിളിച്ചത്? അതാ തെണ്ടി തന്നെ. തെണ്ടിയോ? എന്റെ മോളെ ഒരുത്തനെ ഞാൻ കെട്ടിച്ചു കൊടുത്തില്ലേ, ആ ഇടിയറ്റ് തന്നെ. അവനെ ഞാൻ ഈ വീട്ടിൽ കെട്ടത്തില്ല, ഈ വീട്ടിൽ നിന്നല്ല ഈ പറമ്പിൽ കെട്ടത്തില്ല. അവന്റെ ഒരു ടെലിഫോൺ വിളിയേ, എന്റെ പൊന്ന് ജമീലേ, അവനെന്റെ ലക്ഷ്മി മോളെ മയക്കിവിടെ കയറാൻ നോക്കുക. അവനെ ഞാൻ ഈ നാട്ടിൽ നിന്ന് കെട്ടിക്കും. എന്റെ ജമീൽ നോക്കിക്കോ. ആരെയാ ഓടിക്കാൻ പോണെന്ന് താൻ കണ്ടോടോ? ശല്യം കൂടുതലാണെങ്കിൽ ഓടിക്കാൻ ഒരു വഴിയുണ്ട്. എന്ത് വഴി? കൂടാത്രത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ട്. എന്തിനും തയ്യാർ. ഇവിടെ അയ്യപ്പൻകാവിന്റെ അടുത്ത് നല്ലൊരു കർമ്മയുണ്ട്. ഞാൻ അഡ്രസ് തരാം, ഒന്ന് പോയി കണ്ടാ മതി. എന്ത് വേണമെങ്കിലും ചെയ്യാം. അവനെ ഈ നാട്ടിൽ നിന്ന് എനിക്ക് ഓടിക്കണമെന്റെ ജമീലേ. അങ്ങനെയല്ലേ ഞാൻ എന്റെ കെട്ടിയവനെ ഓടിച്ചത്. അപ്പൊ ജമീലയുടെ കെട്ടിയവൻ സ്ഥലത്തില്ലേ? അതുകൊണ്ടല്ലേ എനിക്കിവിടെ വരാൻ പറ്റിയതും സാറിനെ കാണാൻ പറ്റിയതും. ആ സ്വാമിയോട് ഒന്ന് പറഞ്ഞപ്പോ ഒരു തകിട് മന്ത്രിച്ചു തന്നു. അത് നടുമുറ്റത്ത് കുഴിച്ചിട്ടാ അന്ന് അങ്ങേര് പോയി. ആര്, സ്വാമിയോ? അല്ല, എന്റെ കെട്ടിയവൻ. വിശ്വസിക്കാവോ? ചുട്ട കോഴി തിന്നുന്ന ആളാ.
നിങ്ങൾ പറഞ്ഞതുപോലല്ലോ പ്രശ്നത്തിൽ കാണുന്നത്. മകളും മരുമകനും വളരെ അടുത്താണല്ലോ. ഏയ്, അവൻ വേറെ വീട് വാടകയ്ക്കെടുത്താ താമസിക്കുന്നത്. അതെ, വാടകയ്ക്കാണെങ്കിലും അടുത്തടുത്താണെന്ന് ഞാൻ പറയുകയായിരുന്നു. നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് വേണ്ടത്? എന്റെ മരുമകനെ നാട്ടിൽ നിന്ന് പറഞ്ഞയക്കണം. നിങ്ങളുടെ മരുമകനെ, അതെ. മകളുടെ ഭർത്താവിനെ, അതെ. നിങ്ങളുടെ ശത്രുവിനെ അതെ. പറഞ്ഞയക്കണം. അതെ. പ്രതിവിധി ഉണ്ടല്ലോ. സണ്ണി. ഒന്ന് ബാക്കിയാണല്ലോ. ആരൂഢം തകർന്നിരിക്കുകയാണ്. വീട്ടിലാണ് പ്രശ്നം. ഞാനൊരു തകിട് ആവാഹിച്ചു തരാം. അത് വീട്ടിന്റെ നടുമുറ്റത്ത് കുഴിച്ചിടണം. നോക്കട്ടെ, ഇഷ്ടപ്പെട്ട ഒരു പൂവിന്റെ പേര് പറയൂ. മുരിക്കി പുഷ്പം. മനുഷ്യന്മാര് പറയുന്ന പൂവിന്റെ പേര് പറയൂ. ചെമ്പരത്തി. അത് 2 എണ്ണം വേണ്ടി വരും. 10 താഴെ ഒരക്കം പറയൂ. 9. 9 എന്ന് പറയുമ്പോ 6 3 9. 9 2 7. പ്രശ്നമാണല്ലോ. അല്ല സ്വാമി, 9 2 പോകാതിരുന്നാ പോരെ, അപ്പൊ പ്രശ്നം ഉണ്ടാവുന്നില്ലല്ലോ. പ്രശ്നം ഉണ്ടാകണമല്ലോ. അയ്യോ, അതെന്തിനാ? നല്ല പ്രതിവിധി ഉണ്ടാവും. അവിടെ വീട്ടിലാരൊക്കെ ഉണ്ട്? ഞാനും മോളും അവളുടെ കൊച്ചും. പോരല്ലോ. പിന്നെ വേലക്കാരി ഉണ്ടോ? ആ വേലക്കാരി എങ്ങനെയുണ്ട്? തരക്കേടില്ല. അതല്ല ചോദിച്ചത്. ആ കൈ ഇതിന്റെ മുകളിൽ വെക്കൂ. സ്വാഹ. ഒരു 4ാം വേദക്കാരിയല്ലേ? അതെ സ്വാമി. അവൾ പുറത്തു വന്നാലേ പൂജ നടക്കും. അന്യമതക്കാർ അവിടെ പാടില്ല. അത് സാരമില്ല, ലീവ് കൊടുത്തയക്കാം. എന്നാ പൂജ നടക്കുവോ? തീർച്ചയായും നടക്കും. നിങ്ങളുടെ മകൾക്ക് ഇതിൽ താല്പര്യമുണ്ടോ? അതറിയില്ല. അത് സാരമില്ല, അവക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ളപ്പം മതിയല്ലോ. മതിയെങ്കിൽ ദക്ഷിണ വെച്ചോളൂ. എന്താ വെക്കേണ്ടത്? 2001 രൂപയും ആ കയ്യിൽ കിടക്കുന്ന മോതിരവും. അയ്യോ, മോതിരം എന്തിനാ? ശത്രുവിനെ ആവാഹിക്കാൻ. ഇതിലിട്ടോളൂ. വരുന്ന സെക്കൻഡ് സാറ്റർഡേ പൂജ നടക്കുന്നതായിരിക്കും. എന്റെ പോലീസ് ജീവിതത്തെ തകിടം മറിക്കുന്ന മഹാദേവന്റെ തലയ്ക്ക് വില പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എത്ര ലക്ഷം രൂപ വേണമെങ്കിൽ ഞാൻ തരാം. ടൈഗർ വാസുവിന്റെ രോമത്തിൽ സ്പർശിക്കാൻ കരിമ്പുലി ആനണി ജീവിച്ചിരിക്കുമ്പോൾ അനുവദിക്കില്ല. ആദ്യം അവന്റെ കുടുംബം കത്തിച്ചാമ്പലാകണം. അവൻ എന്റെ കാലിൽ വന്ന് വീഴണം. ഇതിനു വേണ്ടി ടൈഗർ വാസുവിന് എന്ത് സെക്യൂരിറ്റി തരാൻ ഞാൻ തയ്യാറാ. എനിക്ക് ആവശ്യം അവന്റെ തലയാണ്. അവനെ ജീവനോടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ജനശ്രദ്ധ സാവകാശം അവനിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് രണ്ടുപേർക്കും ആപത്താണ്. തീവ്രവാദികളെ പിടിക്കും എന്നവൻ ശപഥം ചെയ്തിട്ടുണ്ടെങ്കിൽ തീവ്രവാദികളെ രക്ഷിക്കും എന്ന് ഞാൻ വാക്ക് തരുന്നു. 3ാമതൊരു സ്ഫോടനം ഉണ്ടാകരുതെന്ന് മിനിസ്റ്റർ പറഞ്ഞുകൊണ്ടാണ് അവൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. കൊലപാതകം എനിക്കൊരു ഭാരമേ അല്ല. ഒരേ ഒരു ബോംബ്. ഇതുപോലെ ഡോക്ടർ ലക്ഷ്മിയുടെ വീടും. ആന്റണി, താനും ടൈഗർ വാസും ഒക്കെ പറയുന്നത് പോലെ മഹാദേവനെ കൊല്ലണമെന്ന് പറഞ്ഞാൽ തൂങ്ങുന്നത് ഞാനാ. ഒന്നാമതേ ആ ബോംബ് സ്ഫോടനത്തിന്റെയും മദ്യദുരന്തത്തിന്റെയും പേരിൽ മന്ത്രിസഭ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഇരിക്കുക. സാർ എന്റെ അവസ്ഥ കൂടി ഒന്ന് മനസ്സിലാക്കണം. തൊപ്പി പോയി അവനിപ്പോ പ്രതികളെ 4 എണ്ണത്തെ പിടിച്ചു. ഈ തൊപ്പി വെച്ചോണ്ടിരിക്കുന്ന ഞാൻ അവൻ പിടിച്ചേരുന്ന പ്രതികളെ GP കയറ്റിക്കൊണ്ട് പോകുന്ന വെറും സാധാ കോൺസ്റ്റബിൾ എന്ന നിലയ്ക്ക് തരം താഴെയാണ് ഞാൻ. ഇനി അവനെ തകർത്തില്ലെങ്കിൽ അവൻ ടൈഗർ വാസുവിനും പൊക്കും, സാറിനും പൊക്കും. നിർത്തണോ, അടം പറ്റുന്ന വാക്കുകൾ പറയാതെ. താൻ ആ മഹാദേവനെ ഒതുക്കാൻ വേറെ വല്ല വഴി നോക്കും. പെർമിഷൻ തരൂ സാർ. നടു റോട്ടിലിട്ട് അവനെ കത്തിക്കാം. കത്തിച്ചവനുണ്ടാവില്ല, ചത്തവനുണ്ടാവില്ല. ഓ, പിന്നെയും തനിക്ക് കത്തിക്കണം പോയക്കണം എന്നല്ലാതെ വേറൊന്നും തന്റെ പോലീസ് ബുദ്ധിയിൽ വരുന്നില്ലേ? എന്നാ പിന്നെ സാറിന്റെ മന്ത്രിബുദ്ധിയിൽ എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു താ. പറയാം. ജീവനോടെ തന്നെ മഹാദേവന്റെ വഴി അടക്കണം. എന്തെങ്കിലും ഡ്രഗ്സ് അവന്റെ വീട്ടിൽ കൊണ്ടുവയ്ക്ക്. ആ പേരിൽ അവനെ പിടിച്ചകത്താക്ക്. പിന്നെ അവൻ ലോകം അവസാനിച്ചാലും പുറത്തു വരില്ല. സർ, ഇത് കഞ്ചാവാണ്. ഇതാ മഹാദേവന്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കട്ടെ. ആദ്യം അറസ്റ്റ് വാറണ്ട്. അവനെ നടു റോട്ടിലൂടെ വലിച്ചഴിച്ചതിന് ശേഷം മാത്രം മതി കഞ്ചാവ് അവന്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ. ഇനി 1 മണിക്കൂർ കൊണ്ട് മുസ്ലിം ആകണം.
പോയിട്ട് വരുമ്പോ ജമീലക്ക് ഈത്തപ്പഴം മേടിച്ചോണ്ട് വരും. നാരായണ, ചാച്ചി വിളിച്ച? ഈ ബാത്റൂം എല്ലാം ക്ലീൻ ചെയ്യാൻ അച്ഛൻ മറ്റൊരു വേലക്കാരിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഓ, അപ്പൊ ചേച്ചിയുടെ മുറി കിടക്കാൻ ഒരാളായി. എന്തിനു പുതിയ ആള് നോക്കുന്നേ? ജമീലയല്ലേ പറഞ്ഞത് ബാത്റൂം ഒന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ലെന്ന്. സാരമില്ല, ഞാൻ ക്ലീൻ ചെയ്തോളാം. ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ ചേച്ചി. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഡോക്ടറുടെ മുറി ഞാൻ കൂട്ടുകിടന്നോളാം. നാരായണ, വണ്ടിയിട്. മാറിക്കളഞ്ഞത്. അയ്യോ, പോകാം മോളെ. അച്ഛന്റെ നടുവേദന എങ്ങനെയുണ്ട്? നടുവിന് മാത്രമല്ല മോളെ, ദേഹമാസകലം വേദനയാ. കോട്ടയ്ക്ക് പോയി ഒന്ന് ചവിട്ടി തിരിഞ്ഞാലേ നേരെ അകത്തുള്ളൂ. ഓ വാ. ആ ജമീലെ, അച്ഛന്റെ ഡ്രസ്സൊക്കെ അലക്കിയിട്ടേക്കണേ. ആ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വന്നാ ഞാൻ അച്ഛനെ വിട്ടിട്ട് വരുമെന്ന് പറഞ്ഞേക്കണം. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരുമോ? ഹലോ ദാസപ്പന, എന്താടാ? വേണ്ട വേണ്ട, DSP സാറിനോട് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞേക്ക്. 10 മിനിറ്റിനകം വീടെല്ലാം പൊട്ടി മോളെ കൊണ്ട് സ്കൂളിലാക്കി ഞാൻ അങ്ങോട്ട് വന്നേക്കാം. പോരെ? സിസിലി, ആ ബെഡ് നമ്പർ 40 രോഗിയെ മാറ്റിയേക്ക്. ശരി ഡോക്ടർ. ഇത് ബുള്ളറ്റ് കൊണ്ട് മുറിവാണല്ലോ. അല്ല ഡോക്ടർ, ബൈക്കിന് വീണതാ. നോ നോ, ദിസ് ഈസ് ബുള്ളറ്റ് വോണ്ട്. പോലീസിനെ ഇൻഫോം ചെയ്യാതെ ഇത് അറ്റൻഡ് ചെയ്യരുത്. ഞാൻ ബൈക്കിൽ നിന്ന് വീണ ഡോക്ടർ. വീണത് ശരിയായിരിക്കാം, പക്ഷേ ഈ പാട് ബുള്ളറ്റിന്റേതാണ്. ജോസ്, ഗോ ആൻഡ് കോൾ ദ പോലീസ്. പോലീസിനൊന്നും വിളിക്കാൻ പറ്റില്ല. സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല, അങ്ങനെ ചെയ്യാൻ ഞങ്ങൾക്ക് അനുവാദമില്ല. ആരാ ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചെന്നറിയോ? ആരായാലും സാധ്യമല്ല. വിളിച്ചോണ്ട് പോണം മിസ്റ്റർ. ഡോക്ടർ, അവരിപ്പം കുഴപ്പക്കാരാ. അതുകൊണ്ടാ പോലീസിനെ വിളിക്കാൻ പറഞ്ഞത്. എന്തായി? അവർക്ക് കാര്യം മനസ്സിലായി. ഡോക്ടർ വില്യംസ് ഉണ്ടായിരുന്നില്ലേ? ഉവ്വ്, പക്ഷെ പെട്ടെന്ന് തന്നെ ഡോക്ടർ ലക്ഷ്മി കയറി വന്നു. അവര് മഹാദേവന്റെ ഭാര്യയാണ്. ഓഹോ, അവന്റെ കുഞ്ഞെവിടെയാ പഠിക്കുന്നത്? സെയിന്റ് ആന്റണി. നീ ഏത് വേഷം കെട്ടി ലോകത്തിന്റെ ഏത് കോണിൽ ഒളിച്ച് താമസിച്ചാലും ഈ കരിമ്പുലി ആന്റണി നിന്നെ വീടിലടാ മഹാദേവ. ആന്റണി, ഞാൻ പറയുന്നത് കേൾക്ക്. നീ പറയുന്നത് ഞാൻ കേൾക്കാൻ നീ ആരാ? കുസുലി ജമാലോ അല്ല കൂതറ കുഞ്ഞാമിയോ? ആരീ നീ? മയക്കുമരുന്ന് കൈവശം വെച്ചതിന് ദേശദ്രോഹ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കാൻ ഞാൻ. ആന്റണി, എന്റെ കുഞ്ഞ് അപകടത്തിലാണ്. ഇതുപോലുള്ള പല അഭ്യാസങ്ങളും കണ്ടിട്ടുള്ളവനെ കരിമ്പുലി ആന്റണി, യു ആർ അണ്ടർ അറസ്റ്റ്. കം ഓൺ. വെയിറ്റ് വെയിറ്റ്, വേർ ഈസ് ദ വാറന്റ്? அந்த நடிகர் சிவாஜி கணேசனை மட்டும் நடிப்பு படிப்பிக்காதடா. இதாண்ட கண்ணா வார்ந்து. വാറുണ്ട് വായില്. എവിടെ 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 എവിടെ? ഇപ്പൊ ഇത് നാളെ രാവിലെ ടോയ്ലറ്റിൽ പോയി തപ്പിയാ മതി സാർ. എടാ, നീ വേറെ വാറന്റുമായി നാളെ വീട്ടിലേക്ക് വാ. ഞാൻ ഒരുങ്ങിയിരിക്കാം. വഴിന്ന് മാറേ.
അടുത്ത് വരുന്നത് വേണ്ട. വേണ്ട അടുക്കരുത്. എങ്ങോട്ടായി പോന്നേ? സിനിമ ഷൂട്ടിംഗ് വണ്ടി ഇങ്ങോട്ട് പിടിക്കേ.